നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ മൂടിയായിട്ടിരുന്ന ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. ശരീരം മാത്രമേ ദുബായിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, മനസ്സിപ്പോഴും നാട്ടിൽ തന്നെയാണ്. ഇനി റൂമിലിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ പതുക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങി. അത്യാവശ്യം തണുപ്പുള്ള സമയമാണല്ലോ യു എയിൽ. വെറുതെ ഒന്ന് നടന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ചെത്തുമ്പോഴേക്കും മൈൻഡൊക്കെ ഓക്കെ ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എപ്പോഴും വരാറുള്ള ഫുഡെക്സ് റെസ്റ്റോറൻറ്റ് അൽനാദെ തന്നെയാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് നല്ല ചൂട് മുളക് ബജിയും ചമ്മന്തിയും ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെന്താ, നമ്മുടെ നെസ്റ്റോയിലേക്ക് തന്നെ. നാളെ തൊട്ട് നമ്മുടെ ഓട്ടപ്പാച്ചിൽ ആരംഭിക്കുകയാണേ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിരുന്നു എന്ന് തോന്നുന്നു. കുറേ സ്വീറ്റ്സും അതുപോലെ കുറേ ഡെക്കറേഷനൊക്കെ കണ്ടു. പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഇന്ത്യ ഗേറ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, 26-ന് നമ്മൾ നാട്ടിലായിരുന്നല്ലോ. ഇനി തിരിച്ച് വീണ്ടും റൂമിലേക്ക്. അപ്പോഴും മൈൻഡൊന്നും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നേ. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നാട്ടിലെത്താനും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദുബായിലെത്താനും പറ്റുന്ന വെച്ചാൽ എന്ത് സുഖമായിരുന്നു. രാവിലെ ഇവിടെ ജോലിക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് നാട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരുപക്ഷെ ഇങ്ങനെ ആലോചിക്കാത്ത പ്രവാസികൾ വളരെ ചുരുക്കമായിരിക്കും. പിന്നെ അന്നം തരുന്ന നാടിനോട് കടപ്പാടും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്നതുകൊണ്ട് മാത്രം മാറിയ ഒരുപാട് ജീവിത സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞ് വെക്കേഷന് ശേഷം ഞങ്ങളിതാ വീണ്ടും തുടങ്ങാണ്.